ഞങ്ങളപ്പം ലണ്ടനിൽ ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് ലണ്ടനിൽ നോട്ടിംഗ് ഹില്ലിൽ വന്നേക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ലണ്ടനിൽ ഡേറ്റ്സിന് വന്നേക്കാം. ഇപ്പം ഞങ്ങൾ നോട്ടിംഗ് ഹില്ലിൽ സ്റ്റാർബക്സിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാലോ. ഞങ്ങളിപ്പോൾ ഇന്ന് വെസ്റ്റ് ലണ്ടനിലുള്ള നോട്ടിംഗ് ഹിൽ ഏരിയയിലേക്കാണ് വന്നേക്കണേ. സ്പ്രിംഗ് സീസണും കൂടി ആയതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഇവിടുത്തെ എല്ലാ വീടുകൾക്കും ഓരോ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഡോറിനാണെങ്കിലും നല്ല കളർഫുള്ളാണ്, വേറെ വേറെ കളേഴ്സാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് പോർട്ടബില്ലോ റോഡ് മാർക്കറ്റിലേക്കാണ് പോയത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ റോഡ് സൈഡിലുള്ള കുഞ്ഞി പെട്ടിക്കടകൾ പോലെയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. സുവനിയേഴ്സ് ഉണ്ടായിരുന്നു, വിൻറ്റേജ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ജ്വല്ലറി, മാപ്സ്, പിന്നെ കുറേ ക്ലോത്ത്സ്, അങ്ങനെ പല പല ഐറ്റംസായിരുന്നു ഇവിടെ ഉള്ളത്. ഈ ഏരിയയിൽ അല്ലാണ്ട് ഷോപ്സായിട്ടും ഉണ്ടായിരുന്നു. ഈ കടകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കാരണം എല്ലാത്തിനും അവരുടേതായ തീമും കളറും ഒക്കെ ആയിരുന്നു ഈ ബിൽഡിങ്സിന് കാണാൻ. I'm on my way to meet Hugh Grant. Yes. ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം 1999 ഇറങ്ങിയ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റോംകോം മൂവി നോട്ടിംഗ് ഹിൽ ഷൂട്ട് ചെയ്ത ചില ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. What if the original is closed? You can at least take a picture here, right? Yep. അപ്പോൾ ഇപ്പം കാണുന്ന ഈ ട്രാവൽ ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞ കട എല്ലാവരും മൂവിയിലെ കടയാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് ഫോട്ടോ എടുക്കണം പലപ്പോഴും കാണാറുണ്ട്. അതല്ല ആക്ച്വൽ കട. ഗൂഗിളിൽ ദ നോട്ടിംഗ് ഹിൽ ബുക്ക് ഷോപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഒറിജിനൽ ലൊക്കേഷനിലേക്ക് നമുക്ക് നടക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അതേ സ്ട്രീറ്റിലുള്ള ബുക്സ് ഫോർ കുക്സ് എന്നും ദ സ്പൈസ് ഷോപ്പ് എന്നും പറഞ്ഞ രണ്ട് കടകളുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട് കല്യാണിയുടെ കൂടെ ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ രണ്ട് കടയിൽ കയറിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്നെ പോലത്തെ ഒരു ഫുഡി ആണെങ്കിൽ ഈ രണ്ട് കട മസ്റ്റ് ചെക്കൗട്ടാണ്. ബുക്സ് ഫോർ കുക്സിൽ കുക്ക് ബുക്സ് മാത്രമേ ഉള്ളൂ. ദ സ്പൈസ് ഷോപ്പ് എന്ന് പറഞ്ഞ കടയിലാണെങ്കിൽ ഓരോ കൺട്രിയിലെ സ്പൈസസ് അവരിങ്ങനെ റാക്കായിട്ട് തിരിച്ചു വെച്ചേക്കുക. ആ കടയുടെ പുറത്ത് തന്നെ നല്ല മസാലയുടെ ഒക്കെ മണം പല കൺട്രീസിലെയും. അപ്പം ഇപ്പം സ്ക്രീനിൽ നോക്കിയാൽ ആ കാണുന്ന ബോർഡ് കണ്ടോ, ദ നോട്ടിംഗ് ഹിൽ ബുക്ക് ഷോപ്പ്, അവിടെയാണ് ഒറിജിനലി ഈ മൂവി ഷൂട്ട് ചെയ്തേക്കണത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നടന്നത് മൂവിയിലെ ഹീറോയിൻ്റെ വീട് കാണാനായിരുന്നു. അത് ആ ബ്ലൂ ഡോറ് കാണാനല്ലേ, അതാണ് ആ ഹീറോയിൻ്റെ വീടായിട്ട് മൂവിയിൽ കാണിച്ചേക്കുന്നത്. അവിടെ നിന്ന് തന്നെ നോക്കിയാൽ ഗ്രെൻഫിൽ ടവേഴ്സ് കാണാം. കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്ക് അറിയാം ഇവിടുത്തെ ഒരു ഫയർ ട്രാജഡി കാരണമാണ് ബിൽഡിംഗ് സേഫ്റ്റി ആക്ട് ഉണ്ടാക്കിയത്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നെങ്കിലും ആ സ്വെറ്റർ കടയിൽ നിന്ന് ഞാനൊരു സ്വെറ്റർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ലാഡ്ബ്രൂക്ക് ഗ്രോവ് ട്യൂബ് സ്റ്റേഷനിലേക്ക് നടന്നു. ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഡോണ്ടെ കൊറിയ എന്ന് പറഞ്ഞ വുൾവിച്ചിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഫാരിങ്ടണിൽ നിന്ന് എലിസബത്ത് ലൈൻ ആയിരുന്നു എടുക്കേണ്ടത്. This is the behind the scenes. Behind This is the behind the scenes. Yes. This is the behind the scenes. Yes. That's the actual poser. Coming soon on Instagram. ഞങ്ങളപ്പോൾ ഇപ്പം കൊറിയൻ റെസ്റ്റോറൻറ്റ് ഡോണ്ടയിൽ പോകാൻ വേണ്ടിയിട്ട് എലിസബത്ത് ലൈൻ എടുക്കുകയാണ്. ഓക്കെ,
ഇന്നത്തെ ഒരു പ്ലേറ്റിനകത്ത് ഇത്ര സാധനം Very nice. ലാസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് ഒന്നിങ്ങനെ ചെറുതെടുക്കും see Paju, this kimchi pancake, chicken wings, that's bibimbap beef bibimbap. യൂസ് ചെയ്തോ ആ If you don't want, we can return this. ഏതാ Now next you guys can listen very well. I want Greenwich Park. to try the custard bowl one in അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായിട്ട് തിരിച്ച് സെൻട്രൽ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എലിസബത്ത് ലൈൻ എടുത്തു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്കൊക്കെ ഉള്ള ലെറ്റോ കഫേയിലേക്കാണ് വന്നത്. ഇത് സോഹോ ബ്രാഞ്ചിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഇങ്ങനെ വിൻഡോയിൽ നോക്കിയാൽ എല്ലാ കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ വന്നിട്ട് ഇഷ്ടമുള്ള കേക്ക് ചൂസ് ചെയ്താൽ അവർ നമുക്ക് കൊണ്ടു തരുന്നതായിരിക്കും. ഇവിടെയാണെങ്കിൽ എപ്പോഴും ക്യൂ ആണ്, എപ്പോഴും തിരക്കുള്ളൊരു കഫേയാണിത്. ഞാൻ ഇവിടെ 2 തവണ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴും ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരുന്നേക്കണേ. ഇത്തവണ ഞങ്ങൾക്ക് സീറ്റ് തന്നത് ബേസ്മെൻറ്റ് ഏരിയയിലാണ്. ഇവിടെ ഫുൾ ആംബിയൻസ് ഫുൾ ഗ്രീൻ ആൻഡ് വൈബ്രൻ്റാ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പി റൂമിലൊരു കുഞ്ഞ് ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയി. Okay. We're going to try drinks now. Yeah, come join us. Yes. Before that, don't forget to like and Share, subscribe. No, don't forget to like, share and subscribe. Yeah. അങ്ങനെ ഞങ്ങൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ കൂടി നടന്നപ്പം പെപ്സിയുടെ ദ സ്വീറ്റ് റൂം എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് ഇവൻറ്റ് കണ്ടു. ഇവിടെ പുതിയ 2 ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷനായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഞാനും ജെബിൻ ചേട്ടനും എന്നൊക്കെ സെൻട്രൽ ലണ്ടനിൽ വന്നാലും ഞങ്ങളുടെ ഒരു മീൽ എപ്പോഴും ചൈന ടൗണിൽ നിന്നായിരിക്കും. അപ്പം ആ ട്രഡീഷൻ ഇത്തവണയും തെറ്റ് വന്നിട്ടില്ല. ഞങ്ങളപ്പം ചൈന ടൗണിലുള്ള ദ ബൺ ഹൗസിൽ ബൺസ് ട്രൈ ചെയ്യാൻ വേണ്ടി, കസ്റ്റേർഡ് ബൺ പ്രത്യേകിച്ചും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യൂവിൽ ഇപ്പം നിൽക്കുകയാണ് കേട്ടോ. അനുഷ്ക, how are you? I'm tired. And how do you feel about the bun house? I can't wait. It's like my 3rd time and I always come here because the custard pav bun is so delicious. You just split it into half and it just oozes out. Ooh. So you have to lick it. Yeah. How many people do you estimate that are in front of us? I would say about 25. Okay. The hype is there. Okay. Cheta, how do you feel about bun house? Cheta wishes it feelings. Cheta It's coming on YouTube. The best part is I don't even know my name. Oh, there's a ladies' washroom here. I can come. Oh, You open it. It's they have food. You can ask them for I think he's I want to say that he's an attractive person, but he's not. I wouldn't get. it was like sold out. But they might have returns. But they might have some stuff. I do want to see it, but I need to find out. It's coming on. What's the best? I'm going to cut it. We change that. അല്ല അത് സോപ്പിന് എരിവൊന്നുമില്ലല്ലോ.
അവിടുന്ന് പിന്നെ ഞങ്ങൾ ലക്ക് പരീക്ഷിക്കാൻ ചൈന ടൗണിൽ തന്നെ ഉള്ള ഒരു കസീനോയിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഫോർ സീസൺസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഞങ്ങൾ ഫ്രൈഡ് റൈസ്, പ്രോൺസ്, റോസ്റ്റ് ഡക്ക്, ചിക്കൻ സൂപ്പ്, കോള, പിന്നെ ചൈനീസ് ടീ ആയിരുന്നു പറഞ്ഞത്. മൊത്തത്തിലൊരു ഫൺ ആൻഡ് നൈസ് ഡേ ആയിരുന്നു ഫ്രണ്ട്സിൻ്റെ ഒപ്പം ലണ്ടനിൽ അന്ന്. അയ്യോ വീഡിയോ ഇങ്ങനെ